ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് എക്സോഡസ് ചാപ്റ്റർ 3 ആണ്. പുറപ്പാട് 3-ാം അധ്യായം. അവിടെ ദൈവം മോശയോട് കത്തുന്ന ആ ഒരു ചെടിയിലൂടെ, ആ ബുഷിലൂടെ താൻ മോശയോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മോശ അങ്ങനെ മിദ്യാനിലാണ്. താൻ 40 വർഷം താൻ അവിടെ തൻ്റെ അമ്മായപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ താൻ അവിടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൈവം മോശയെ വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് പറയുന്നത്, ഞാൻ ഇസ്രായേൽ മക്കളുടെ കരച്ചിലൊക്കെ ഞാൻ കേട്ടു എന്ന് പറയുകയാണ്. അവരുടെ അടിമത്തിൻ്റെ അവസ്ഥ അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അവരുടെ നിലവിളി ഞാൻ കേൾക്കുന്നു. ഞാൻ നിന്നെ അയച്ച് അവരെ അവിടെ നിന്നും വിടുവിക്കാൻ പോവുകയാണെന്നുള്ള ആ ഒരു വലിയൊരു മിഷൻ ശരിക്കും ദൈവം അവിടെ മോശയോടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ചെടി, ആ ബുഷ് കത്തി നിൽക്കുന്ന കണ്ടപ്പോഴേക്കും അവിടെ മോശ അത് കണ്ടു. മോശ കണ്ടപ്പോൾ സ്ട്രേഞ്ചായിട്ടാണ് മോശയ്ക്ക് ഫീൽ ചെയ്തത്. കാരണം കത്തി കഴിയുമ്പോൾ ശരിക്കും ആ ചെടി നശിച്ചു പോകേണ്ടതാണ്. പക്ഷെ ആ ബുഷ് അവിടെ നശിച്ചു പോകാതെ തീ അത് കത്തുന്നുള്ളൂ, പക്ഷെ നശിച്ചു പോകുന്നുമില്ല, വെന്ത് പോകുന്നുമില്ല. അതാണ് ശരിക്കും മോശയെ ആശ്ചര്യപ്പെടുത്തി. പക്ഷെ അതിന് അടുക്കിലേക്ക് എത്തിയപ്പോൾ തന്നെ ദൈവം മോശയോട്, മോശ നീ നിൽക്കുന്നിടം വിശുദ്ധ ഭൂമിയോട് ഈ ചെരുപ്പൂരി കളയാന്ന് പറയാണ്. അപ്പം ദൈവമാണ് അത് മനസ്സിലായപ്പോൾ മോശ തന്നെ പേടിച്ചു പോയി. അങ്ങനെ നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞെങ്കിൽ കൂടി വലിയൊരു മിഷൻ അത് ദൈവം മോശയെ അവിടെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോശ പറഞ്ഞു, ഞാൻ ഏത് പേരിൽ ഇതാരാ പറഞ്ഞതെന്ന് ഞാൻ എങ്ങനെ പറയും? ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് ഏത് ദൈവമാണെന്ന് ചോദിച്ചാൽ ഞാൻ അതിന് എന്തും മറുപടി പറയും. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, അത് താൻ എങ്ങനെയാണ് ഫറവോൻ തന്നെ അവിടെ സ്വീകരിക്കുമോ? താൻ ഒരു ഓർഡിനറി ഒരു വ്യക്തിയല്ലേ, ഫറവോൻ അവിടുത്തെ അത് ഭരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പം അങ്ങനെ ഒരു കിങ്ങായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഇതൊരു സാധാരണക്കാരനായിട്ടുള്ള ആൾ പറയുന്ന കേൾക്കാൻ സ്വീകരിക്കുമോ എന്നൊക്കെയും ഇങ്ങനെ പറയാണ്. പിന്നീടുള്ള ചാപ്റ്റർ നമ്മൾ ചെല്ലും, പിന്നെ താൻ പറയാം താൻ വിക്കനാണ്. മോശ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. മോശയ്ക്കറിയാം, മോശമായിട്ടുള്ള വീക്ക്നെസ് കുറേ ഉണ്ട് എന്നുള്ളത് മോശയ്ക്ക് വ്യക്തമായിട്ടറിയാം. അത് താൻ അവിടെ അത് പറയുന്നുണ്ട് പല തവണയായിട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, ദൈവം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ദൈവം നമ്മളുടെ സ്ട്രെങ്ത് നോക്കിക്കൊണ്ടല്ല ദൈവം നമ്മളെ ദൈവം ഉപയോഗിക്കുന്നു. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് പല വീക്ക്നെസ് ഉണ്ട്. പക്ഷെ ദൈവം നമ്മൾ വീക്ക്നെസ്സിലും നമുക്ക് സ്ട്രെങ്ത് തരാൻ പറ്റുന്ന ഒരാളാണ് ദൈവം. നമ്മളുടെ വീക്ക്നെസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെയാണോ അല്പം ബലഹീനത തോന്നുന്നത്, ആ ഒരു കാര്യം അതുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പവർ നമുക്കത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അവിടെ സംഭവിച്ചത്. ആ മോശയെ ഉപയോഗിച്ചു, വിക്കനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള മോശയെ ഉപയോഗിച്ചാണ് ദൈവം അവിടെ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയാക്കിയത്. അപ്പം നമ്മൾ കഴിവല്ല ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത്, നമ്മൾ കഴിവ് നോക്കിയിട്ടല്ല. ആസ് എ പേഴ്സൺ നമ്മളെ നോക്കി, നമ്മുടെ ഉള്ളിൽ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ, ദൈവം നോക്കത്തുള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ കാര്യം, ദൈവം നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളത് ചെയ്യുവാനായിട്ട്, ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് ചെയ്യുവാൻ നമ്മൾ മനസ്സൊന്ന് അർപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മൾക്കൊരു കഴിവുമില്ല, ദൈവമേ സഹായിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം നമ്മളെ ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ദൈവം വളരെ വണ്ടർഫുള്ളായിട്ട് നമ്മളെ യൂസ് ചെയ്യും. അതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് മോശയുടെ ജീവിതം. മോശ മാത്രമല്ല, പലരും ഉണ്ട് ഇതുപോലത്തെ തന്നെ പല എക്സാമ്പിൾസ് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ആ ഒരു നിഗളത്തോടെ അല്ല ഉള്ള മനസ്സാകാതെ നമുക്ക് താഴ്മയുള്ള മനസ്സോടെ നമുക്ക് ദൈവമായിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഇടപെടാം. നമ്മളൊക്കെ നമുക്ക് പല കാര്യങ്ങളിൽ, ചില കാര്യങ്ങളിൽ നമുക്ക് കഴിവുണ്ട്, ചില നമുക്ക് കഴിവ് കുറവായിരിക്കും. പക്ഷെ നമുക്ക് കഴിവുള്ളതും കഴിവ് കുറവും ഇതൊക്കെ ദൈവമാണ് തരുന്നത്. നമ്മുടെ സ്ട്രെങ്ത് ഉണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് സ്ട്രെങ്ത് കാണും, ചില കാര്യങ്ങൾ നമ്മൾ വീക്കായിരിക്കും. പക്ഷെ ഇതിൽ സ്ട്രെങ്ത് തന്ന ദൈവമാണ്, നമ്മൾക്ക് വീക്കുള്ള സൈഡിൽ വീക്ക്നെസ് തന്നതും ദൈവമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ, നമുക്ക് വീക്ക്നെസ് അവിടെ വരില്ല. കാരണം നമ്മൾക്ക് എവിടെയാണ് വീക്കായിരിക്കും അവിടെയും ദൈവത്തിന് സ്ട്രെങ്ത് കൊണ്ട് ദൈവമായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് നമ്മൾ അത് മാറട്ടെ.